ശശി തരൂരിൻ്റെ പുതിയ പ്രസ്താവനകളും അതിന്മേലുണ്ടായ വിവാദങ്ങളുമൊക്കെ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപും തരൂർ രാഷ്ട്രീയ ഭേദമന്യേ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാനും അതിനെ അഭിനന്ദിക്കാനുമൊക്കെ സമയം കണ്ടെത്തിയിട്ടുണ്ട്. വിളിച്ചു പറയാൻ മടിയൊന്നും തന്നെ കാട്ടിയിട്ടില്ല. എന്നാൽ ശശി തരൂരിന് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഒരു വലിയ ഓഫർ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഒന്നുകിൽ കേരള രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കണമെങ്കിൽ ഒരു മന്ത്രിസ്ഥാനമെങ്കിലും ലഭിക്കാൻ CPM-ലേക്ക് പോരൂ. എല്ലാ തരത്തിലും സ്വാഗതം ചെയ്യുന്നു LDF. മോദി വേണമെങ്കിലും നേരിട്ട് വിളിപ്പിക്കാൻ തയ്യാറാണ്. കേന്ദ്രമന്ത്രിസ്ഥാനം ഉറപ്പായി ലഭിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ MP-യും കോൺഗ്രസിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു നേതാവും കൂടിയായിട്ടുള്ള ശശി തരൂർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം തന്നെ പ്രസ്താവനയിലൂടെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം നോക്കി പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ തനിക്ക് സാധിക്കില്ല. ദേശീയത അതിലൂന്നി രാഷ്ട്ര താൽപര്യം മുൻനിർത്തി സംസാരിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നതിലെ പല കാര്യങ്ങളും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ കേരളത്തിലും LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നടത്തിയ നീക്കങ്ങളിൽ പലതും വിജയം കണ്ടു. അത് അക്കമിട്ട് നിരത്തി കേന്ദ്ര സർക്കാർ അടക്കം കേന്ദ്ര ഏജൻസികളടക്കം എടുത്തുകാട്ടിയതും തരൂർ തന്നെ പറയുകയാണ്. എന്നാൽ കോൺഗ്രസിന്, കേരള നേതൃത്വത്തിന്, VD സതീശനോ രാഹുൽ ഗാന്ധിക്കോ ഒട്ടും തന്നെ ദഹിക്കാത്ത കാര്യങ്ങളാണ് തരൂർ ഇങ്ങനെ വാവിട്ടുകൊണ്ടിരിക്കുന്നത്. തരൂരിനെ എന്തു വന്നാലും അഭിനന്ദിക്കണം, ആർക്കും അടിമപ്പെടാതെ ഉള്ളതെന്താണോ അത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നവൻ. തരൂർ പറയുന്നത് സാമൂഹിക സത്യമാണ്. അതിനെ കോൺഗ്രസ് ആകട്ടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. വിദ്യാസമ്പന്നനാണ്, ആരുടെ കയ്യിൽ നിന്നും പണം പിരിക്കാത്ത ആൾ കൂടിയാണ് ശശി തരൂർ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെക്കുറിച്ചൊരു പ്രസ്താവന കുറച്ചു മുൻപ് ഇറക്കിയത്. വളരെ വ്യക്തമായ കാര്യമാണ്, വളരെ ശരിയായ കാര്യമാണ്. നിലപാടിൻ്റെ പേരിലാണ് ഏറ്റവും അധികം കല്ലേറ് കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ നിന്നും ശശി തരൂരിന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഇതിനു മുൻപും നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന രീതി തരൂർ പ്രകടമാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പലതവണയും ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടുകൾക്ക് വിഭിന്നമായ നിലപാട് തരൂർ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലുണ്ടായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം, അതിൽ തരൂർ നടത്തിയ പ്രസ്താവന അതുമേറെ ശ്രദ്ധ നേടിയ വിഷയമായിരുന്നു. അമേരിക്കൻ സന്ദർശനത്തിലൂടെ ഇന്ത്യ മഹാരാജ്യത്തിന് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് തരൂർ പറയുന്നത്. അല്ലാതെ ഒരു BJP പ്രധാനമന്ത്രി കണ്ടു എന്നുള്ള വിഷയമല്ല അവിടെ ഉയർത്തിക്കാട്ടേണ്ടത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ സന്ദർശനം നടത്തുന്നു, അതും അമേരിക്കൻ പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്ത് അതിനുശേഷം 4-മത്തെയോ 5-മത്തെയോ പ്രധാന ലോക നേതാവായി എത്തിച്ചേരുന്നത്, അതിഥിയായി എത്തിച്ചേരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഏറ്റവും വലിയ വിഷയമായി ലോകത്താകമാനം നിറഞ്ഞു നിൽക്കുന്നത് കുടിയേറ്റക്കാരെ മുഴുവൻ നാടുകടത്തുന്ന ട്രംപിൻ്റെ നയമാണ്. അതുമായി ബന്ധപ്പെട്ടൊരു വലിയ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. അതിലൊരു പുരോഗതി കൈവരിക്കാനായി മോദിക്ക് സാധിക്കുമോ? ഇതൊക്കെ തന്നെയാണ് രാജ്യമെന്ന നിലയിൽ ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ. അതിനെ പുകഴ്ത്താതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല എന്നുള്ള കാര്യം തരൂർ തന്നെ എടുത്തു പറയുന്നുണ്ട്. അതിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കേണ്ടത്. ഒരു നഗരത്തിൻ്റെ MP ആയി സംസാരിക്കുമ്പോൾ അതിനെ മികച്ചതായി തന്നെ എടുത്തു പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തരൂരിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറുഭാഗത്ത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൻ്റെ വ്യാവസായിക പുരോഗതിയെ പുകഴ്ത്തിക്കൊണ്ട് തരൂർ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ കോൺഗ്രസിൽ വലിയ രീതിയിൽ അലോസരപ്പെടുത്തിയ ചില വസ്തുതകൾ തന്നെയായിരുന്നു. തരൂരിനെ പാടെ തള്ളിപ്പറഞ്ഞും കല്ലെറിഞ്ഞും നിരവധി നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കേരളം ഇന്നും എങ്ങും എത്തുന്നില്ല എന്നുള്ള പരാതി കോൺഗ്രസ് ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പോലും തരൂർ പറയുന്നത് ഡേറ്റ ഉദ്ധരിച്ചുള്ള കണക്കുകൾ തന്നെയാണ്. എന്നാൽ തരൂർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയ ഭേദമന്യേ മറ്റു വിഷയങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുവെങ്കിൽ പോലും സത്യത്തിന് മുന്നിൽ മുഖം തിരിക്കാനായി സാധിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ചാണ് തരൂർ പറഞ്ഞിരിക്കുന്ന ചില വസ്തുതകൾ ഇതിലൂടെ എടുത്തു പറയാൻ സാധിക്കുന്നത്. ഒരു മാധ്യമം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് കേരളം നിലവിൽ മുൻപുണ്ടായിരുന്നതിനേക്കാളും മികച്ച രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതും തൊട്ടയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാടിനും തെലങ്കാനയ്ക്കും കർണാടകയ്ക്കും മുകളിലായി തന്നെയാണ് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം അവരെക്കാൾ മികച്ച രീതിയിൽ വ്യവസായങ്ങൾ തഴച്ചു വളരുന്നു എന്നുള്ളതല്ല, മറിച്ച്
അവിടങ്ങളിലുള്ളതിനേക്കാൾ പുരോഗതി കൂടുതലായി കൈവരിക്കുന്നു. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ നിക്ഷേപങ്ങൾ, കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഇതൊക്കെ തന്നെ കേരളത്തിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ സൂചകം. ആഗോള വളർച്ചയുടെ ശരാശരിയേക്കാൾ 5 മടങ്ങ് കൂടുതൽ കേരളത്തിന് വ്യാവസായിക വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരളം നിക്ഷേപ സൗഹൃദമല്ല, വ്യാവസായിക അന്തരീക്ഷം ഒട്ടും തന്നെ ഇല്ല. ഈ പ്രശ്നങ്ങളൊക്കെ നേരത്തെ അഭിമുഖീകരിച്ച വിഷയം തന്നെയാണ്. അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പരാതികളും ഈ പ്രശ്നങ്ങളുമൊക്കെ നാം നേരിട്ട് കണ്ടതുമാണ്. എന്നാൽ അതിന് വിരുദ്ധമായി അതിനെയൊക്കെ തന്നെ പാടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിക്ഷേപ സൗഹൃദമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഗോള വ്യാവസായിക വളർച്ചയുടെ ശരാശരി എന്നുള്ളത് തന്നെ 46%. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വ്യവസായ വളർച്ചയുടെ നിരക്ക് ആഗോള ശരാശരിയുടെ 5 ഇരട്ടിയിലേക്ക് പോയിരിക്കുന്നു. 254%